ചില സൈറ്റുകളിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബീമിനുള്ളിൽ ഇവർ പൈപ്പുകൾ വെക്കും. പൈപ്പുകൾ വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം അവരതിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് നമ്മുടെ പരിക്കൻ എന്ന് പറയും നാട്ടിലൊക്കെ, അല്ലെങ്കിൽ ഒരു ലെയർ ഓഫ് പ്ലാസ്റ്ററിങ് ചെയ്യാതെ കുറച്ച് സിമെന്റ് അതിൻ്റെ ടോപ്പിൽ മുഴുവൻ വീണ്ടും സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് ലെവൽ ചെക്ക് ചെയ്തിട്ടല്ല കൊടുത്തെന്നുണ്ടെങ്കിൽ ഈ പൈപ്പുകളൊക്കെ ഇതിനുള്ളിൽ ഈ പരിക്കനുള്ളിൽ അല്ലെങ്കിൽ ആ ലെയർ ഓഫ് സിമെന്റിനുള്ളിൽ മുങ്ങിപ്പോകും. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ലെയർ ഓഫ് നമ്മൾ സിമെന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ പൈപ്പുകൾ ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ചെയ്യേണ്ടത്, ഒരു കാരണവശാലും നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡ്രില്ലേഴ്സോ കാര്യങ്ങളോ വെച്ചിട്ട് ഒരിക്കലും ഈ ബീമിനെ ഡ്രില്ല് ചെയ്ത് കട്ട് ചെയ്ത് അതിനകത്ത് വീണ്ടും ഹോൾ ഉണ്ടാക്കാൻ പാടില്ല. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ആ ബീമിന്റെ സ്റ്റീലും കാര്യങ്ങളും ഒക്കെ നോക്കി അതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ, അതിപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് കോർ കട്ടിംഗ് ആണ്, കോർ കട്ടിങ് അതെങ്ങനെയാണോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ സീൽ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്ത് മാത്രം അതിനുള്ളിൽ പുതിയ ഹോൾസ്, പഴയ ഹോൾസ് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുതിയ ഹോൾസ് അങ്ങനെ മാത്രം കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്റ്റീൽ നമ്മൾ നോർമൽ രീതിയിൽ ഡ്രില്ല് ചെയ്തിട്ട് സ്റ്റീല് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ കാലക്രമേണ ബിൽഡിങ്ങിന്റെ ഡാമേജ് ഉണ്ടാവാനുള്ള വലിയൊരു പോസിബിലിറ്റിയാണ് ആ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റീൽസ്. ഇങ്ങനെ പല സൈറ്റുകളിലും സംഭവിക്കാറുണ്ട്, നമ്മൾ സ്ഥിരമായി ഇത് കാണാറുമുണ്ട്. എന്ന് വെച്ചാൽ ഈ പൈപ്പുകൾ ഈ പറഞ്ഞ പോലെ ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 1 month കഴിഞ്ഞൊരു വെള്ളത്തിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് അവർ ചെയ്യുന്നത് ഡ്രില്ലിംഗ് ആയിരിക്കും. ഒരിക്കലും അത് ഒരു ക്ലയന്റ് എന്ന രീതിയിൽ നിങ്ങൾ ആരും നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഇത് ചെയ്യാൻ അനുവദിക്കരുത്. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട് ആ ഒരു രീതിയിൽ പ്രൊസീഡ് ചെയ്യരുതെന്നുള്ളത്. പ്രോപ്പറായിട്ട് അങ്ങനെ കോർ കട്ട് ചെയ്യുന്നതിന് ഒരു കോർ കട്ടിങ്ങിന് ചിലപ്പോൾ ഒരു 400 rupees മുതൽ ഒരു 750 rupees വരെ ഒരു കോർ കട്ടിങ്ങിന് കോസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ അതൊരു 900 വരെയൊക്കെ പോയേക്കാം അതിന്റെ ഡേ അനുസരിച്ച്. പക്ഷെ പ്രോപ്പറായിട്ട് കോർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ വാട്ടർ പ്രൂഫ് ചെയ്ത് സ്ലീവ് ഒക്കെ കറക്റ്റ് ചെയ്ത് സ്റ്റീലൊക്കെ നോക്കി പ്രോപ്പറായിട്ട് കോർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ മാത്രം നിങ്ങൾ പുതിയ റെയിൻ വാട്ടർ പൈപ്പ്സ് ബിൽഡിങ്ങിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം കൊടുക്കുക. സ്റ്റീലിനെ ഒരു രീതിയിലും എക്സ്പോസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ബിൽഡിംഗ് സേഫ് ആക്കി വെക്കുക.